ദേവിക ടീച്ചർ ഈ കാര്യത്തിലേക്ക് ഞാൻ ഏറ്റവും അവസാനം ഞാൻ ടീച്ചറിലേക്ക് വരാൻ കാരണം എന്താണ് നമ്മുടെ നാട്ടിലെ ചർച്ച എന്ന് ടീച്ചറും കേൾക്കണമല്ലോ. സൂംബ വ്യായാമം നിങ്ങളുടെയൊക്കെ സ്കൂളുകളിലും അല്ലെങ്കിൽ അടുത്ത സ്കൂളുകളിലും ഈ പൊതുവിദ്യാലയങ്ങളിൽ, കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരെ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കുട്ടികൾ ഇതെങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് ഒന്ന് ടീച്ചറൊന്ന് വിശദീകരിക്കുമ്പോൾ കേൾക്കാൻ കേരളത്തിലെ രക്ഷിതാക്കൾക്ക് താല്പര്യമുണ്ടാകും. അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്, എൻ്റെ കുട്ടികളെ ഇനി സംസ്കാരം മാറ്റാൻ പോവുകയാണോ, ആ കുട്ടികൾ ഇനി മയക്കുമരുന്നിലേക്ക് പോകാൻ പോവുകയാണോ, ഇത് കണ്ടിട്ട് ഇതിൻ്റെ പാട്ടും ഇതിൻ്റെ ഋതുവും ഒക്കെ കൂടി വെച്ചിട്ട് ഇനി കുട്ടി ലഹരിക്ക് അടിമയാകാൻ പോവുകയാണോ, എന്താണെന്ന് അവർ പേടിച്ചിരിക്കുകയാണ്. എന്താ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ നടക്കുന്നത് ടീച്ചർ? വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ ഈ സൂംബയെ ഏറ്റെടുത്തിട്ടുള്ളത്. അവർ വലിയ സന്തോഷത്തോടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ വളരെ സന്തോഷത്തോടെ കുട്ടികൾ ചോദിക്കുകയാണ്, ഇന്നില്ലേ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യണ്ടേ നമുക്ക് എന്നിങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ആളുകളാണ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് 2 to 4 ഇൻ ബിറ്റ്വീൻ 2 to 4 ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നില്ലേ ടീച്ചറെ എന്ന് വന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും വളരെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ടീച്ചേഴ്സ് എല്ലാവരും കൂടെ നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ അധ്യാപകർക്കും അതുപോലെ മാനസികവും ശാരീരികവുമായ ഒരു ഉണർവ് കൊടുക്കുന്നതാണ് സൂംബ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. ടീച്ചർ, ഇപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ ലഹരിക്ക് സൂംബ എങ്ങനെ ഉത്തരമാകും എന്നാണ് വിമർശിക്കുന്നവർ ചോദിക്കുന്നത്. ഒന്ന് അത്. രണ്ടാമത്തെ കാര്യം, അല്പവസ്ത്രത്തിൻ്റെ ചർച്ച 2-3 ദിവസമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്പവസ്ത്രം ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വീഡിയോയിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇനി ടീച്ചർമാരും അല്പവസ്ത്രമായിട്ട് വരണം, കുട്ടികളും അല്പവസ്ത്രമായിട്ട് വരണം. അങ്ങനെയാണോ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അഥവാ ഫുൾ വസ്ത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അല്പമാക്കി മാറ്റുമോ? എന്താണ് അവിടെ? അത് കേൾക്കുമ്പോൾ ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം നമ്മൾ സ്കൂളിൽ യൂണിഫോമാണ്, എല്ലാ സ്കൂളുകളിലും കുട്ടികൾ യൂണിഫോമാണ് ധരിക്കുന്നത്. ടീച്ചേഴ്സ് ചുരിദാർ അല്ലെങ്കിൽ സാരി. അപ്പോൾ ചുരിദാർ ഇട്ടിട്ടാണ് ഈ സൂംബ ചെയ്യാൻ സൗകര്യം എന്നുള്ളത് കൊണ്ട് സൂംബ ഡേയ്സിൽ ടീച്ചേഴ്സ് മാക്സിമം ചുരിദാർ ധരിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികൾ സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല വസ്ത്രമാണ്, നമ്മളുടെ എല്ലാ സ്കൂളുകളിലെയും യൂണിഫോം നല്ലതാണ്. അപ്പോൾ അല്പവസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. അതിനെ ചിരിച്ചു തള്ളാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. പിന്നെ ലഹരിയുടെ കാര്യം പറഞ്ഞു. ഇന്നത്തെ കാലത്ത് എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വലിയ സ്ട്രെസ്സാണ് കുട്ടികൾ അനുഭവിക്കുന്നത്. മിക്കവാറും വീടുകളിലൊക്കെ അച്ഛനമ്മമാരൊക്കെ, ഇപ്പോഴത്തെ ഒരു തലമുറയിലെ അച്ഛനമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ അവരും വീട്ടിൽ വന്നാൽ അതിൻ്റേതായ സ്ട്രെസ്സുകൾ അവർക്കുണ്ടാവും. അതേപോലെ തന്നെ കുട്ടിക്ക് പഠനം, സ്കൂളിലെ പഠനം, അതേപോലെ തന്നെ ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സുകൾ, അങ്ങനെയല്ല, പഠനം ഒരു സ്ട്രെസ്സായി മാറുന്ന ഒരു ഘട്ടത്തിലാണ്. നേരത്തെ പറഞ്ഞ എൻട്രൻസ് മോക്ക് എക്സാമിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഉണ്ടായ അച്ഛൻ്റെ സ്ട്രെസ്സൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സുകളിൽ നിന്നും കുട്ടികൾ ഈ ലഹരിയുടെ പാതയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പലപ്പോഴും അവരൊറ്റപ്പെടുന്നു, അവർക്ക് മറ്റ് തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ലഹരിയുടെ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൽ നിന്നൊക്കെ മാറി സ്ട്രെസ് റിലീസാണ് സൂംബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ മാനസികവും ശാരീരികവുമായ ശരീരം നന്നായിട്ട് എന്താ പറയുക, ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലെക്സിബിൾ ആകുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ വെറുതെ ഇങ്ങനെ നമ്മൾ പണ്ട് കാണിച്ചിരുന്ന മാസ് ഡ്രില്ല് പോലെ 1 2 3 അങ്ങനെ പറയാൻ താല്പര്യമുള്ള ആൾക്കാരൊന്നുമല്ല. അവർ മ്യൂസിക്കിനെയും അതേപോലെ തന്നെ വിഷ്വൽ, അവർ സ്വയം റീൽസും എല്ലാം ചെയ്ത് നല്ല ആക്റ്റീവായിട്ടുള്ള, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികളും എല്ലാവരും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ലഹരിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ സൂംബ പോലുള്ള വ്യായാമങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും എന്നാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളായ എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ഒരു സൂംബ നൃത്തം കൊണ്ട് എല്ലാത്തിനും അവസാനമാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അങ്ങനെ പൊതുവിദ്യാഭ്യാസ വകുപ്പും കരുതുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുട്ടികൾക്ക് റിലാക്സേഷൻ ഉണ്ടാകാൻ കണ്ടെത്തിയ വിദഗ്ധരുടെ ഒരു ഉത്തരമാണ് അത്. അതിന് നല്ല രീതിയിൽ
ഫ്രെയിം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇതൊന്നും വേണ്ട, ഇങ്ങനൊരു ശ്രമമേ വേണ്ട, ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇത് ഞങ്ങൾ യോജിക്കില്ല, ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുകയാണ്, ഈ സ്കൂളിൽ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തലാക്കി അവസാനിപ്പിച്ച സ്കൂളുകളെക്കുറിച്ച് ടീച്ചർക്ക് അറിയാമോ? കുട്ടികൾ അങ്ങനെ വല്ലാതെ പരിഭവിച്ച് നിൽക്കുന്ന എവിടെയെങ്കിലും ടീച്ചർക്ക് അങ്ങനെ ഒരു പരാതി കേൾക്കാനായോ? രക്ഷിതാക്കൾക്ക് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഞങ്ങൾ മാറി നിൽക്കുകയാണ്, ഞങ്ങളുടെ സംസ്കാരത്തെ ഇത് ബാധിച്ചിരിക്കുന്നു എന്ന് കേട്ട് ഇതില്ലാതായി എന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒരു ഉത്തരം ഇപ്പോൾ കൊടുക്കാനുണ്ടോ? ഇല്ല, ഈ നിമിഷം വരെയും അങ്ങനെ ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇങ്ങനെ ഒരാൾ പോസ്റ്റ് ചെയ്തത് കണ്ടത്. അല്ലാതെ എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അധ്യാപക സുഹൃത്തുക്കളുണ്ട്, അവരോടെല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിക്ക ആളുകളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടെ സ്വീകരിച്ചു. ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. മഴ വലിയൊരു പ്രശ്നമാണ്, അപ്പോൾ മഴയത്ത് നമുക്ക് ചിലപ്പോൾ കഴിയാറില്ല, അപ്പോൾ കുട്ടികൾ പരിഭവിക്കാറുണ്ട്, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് ചെയ്യാം സാറേ എന്ന് പറയാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇത് നടപ്പിലാക്കിയത് കൊണ്ട് പരിഭവിച്ചതായിട്ട് ഇതുവരെ ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല. ശരി.